ആലത്തൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാട്ടുപാടി വോട്ട് അഭ്യർത്ഥിച്ചതിനെ അനുകൂലിച്ചും വിമർശിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ തുടരുമ്പോൾ പുതിയ വിവാദത്തിനും ആലത്തൂർ മണ്ഡലം സാക്ഷിയാവുകയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്റെ പോസ്റ്ററുകൾക്ക് മുകളിൽ CPMന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് പുതിയ വിവാദത്തിനും വഴിതെളിച്ചത്. പൗരസംരക്ഷണത്തിനും നിയമനിർമ്മാണത്തിനും സദാ ജാഗരൂകരാകേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത്. സ്ഥാനാർത്ഥി എത്ര മനോഹരമായി പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഏത് മതവിശ്വാസിയാണ് എന്നൊന്നുമല്ല അവിടെ വിഷയമാക്കേണ്ടത്. ഐഡിയ സ്റ്റാർ സിംഗറോ അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പോ അല്ല നടക്കുന്നതെന്ന സാമാന്യ ബോധം വോട്ട് അഭ്യർത്ഥന നടത്തുന്നവർ പുലർത്തണം എന്നിങ്ങനെയായിരുന്നു ദീപാ നിശാന്തിന്റെ വിവാദമായ ഫേസ്ബുക്ക് കുറിപ്പ്. കവിത മോഷണം വിവാദത്തിൽ കുരുങ്ങിയ ദീപാ നിശാന്ത് മാസങ്ങൾക്കു ശേഷം അവരുടെ തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറ്റൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരുന്നത്. ദീപാ നിശാന്തിന്റെ വിവാദ കുറിപ്പിന് മറുപടിയുമായി രമ്യയും ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. അവരുടെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ വലിയൊരു ആശയപരമായ യുദ്ധത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. ആശയപരമായ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ഒരു ആയുധമാണ് പാട്ട്. പ്രസംഗം ഒരു ആയുധമാണ്. എന്റെ സ്വഭാവം ഒരു ആയുധമാണ്. എന്റെ സമീപനം ഒരു ആയുധമാണ്. ആ ആയുധങ്ങൾ എന്ന് പറയുന്നത് വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ പല തരത്തിലാണ് ആളുകൾ സ്വീകരിക്കുക. ഞാൻ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. വലിയ പണം ചെലവഴിച്ചല്ല ഞാൻ പാട്ട് പഠിച്ചത്. എന്നിലുണ്ടായിരുന്ന ഒരു കഴിവിനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, അധ്വാനിച്ചാണ് ഇപ്പോൾ പാടുന്ന തരത്തിലേക്ക് മാറ്റിയത്. അരി വാങ്ങാൻ പോലും കാശില്ലാത്ത കാലത്ത് എന്നെ പാട്ട് പഠിപ്പിച്ച മാഷിന് എന്റെ അമ്മയ്ക്ക് 1 രൂപ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മാഷൊന്നും കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. കഴിവിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആലത്തൂരിലെ ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഇടം നേടും. ആ ഇടം ഒന്നുമില്ലാതാക്കാൻ ആര് വിളിച്ചാലും കഴിയില്ല. ഈ പാട്ട് വിവാദത്തിനു പിന്നാലെ ആലത്തൂർ ഇപ്പോൾ പോസ്റ്റർ വിവാദത്തിലും കുടുങ്ങിയിരിക്കുകയാണ്. കാവശ്ശേരി വക്കീൽപ്പടി പ്രദേശത്തെ രമ്യ ഹരിദാസിന്റെ പോസ്റ്ററുകൾക്ക് മുകളിലാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ നിരവധി പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. പരാജയ ഭീതിയെ തുടർന്നാണ് CPM പോസ്റ്ററുകൾ വികൃതമാക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പോസ്റ്റർ വിവാദം സൈബർ ലോകത്തും വലിയ ചർച്ചയായിരുന്നു. ആലത്തൂരിൽ സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരമാണെന്നും പോസ്റ്റർ ചുരുണ്ടിയാൽ യഥാർത്ഥ വിജയിയെ കണ്ടെത്താമെന്നും VT ബൽറാം ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചു. ആദ്യം ശബ്ദത്തെ തടയാൻ ശ്രമിച്ച CPM ഇപ്പോൾ മുഖത്തെയും തടയുന്നു എന്നായിരുന്നു സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ സംഭവത്തിന് CPMവുമായി ബന്ധമില്ല എന്നും പാർട്ടി ചിഹ്നം പ്രസ്സുകളിൽ പോയി ആർക്കും കാശു കൊടുത്ത് വാങ്ങി ഒട്ടിക്കാമെന്നും M സ്വരാജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഒരു CPM പ്രവർത്തകനും കോൺഗ്രസ് പോസ്റ്ററിന്റെ മുകളിൽ CPMന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലെന്നും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടിയെടുക്കുമെന്നും ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി PK ബിജു വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലത്തെ ചിലരുടെ ആസൂത്രിത നീക്കമാണ് പോസ്റ്റർ വിവാദത്തിനു പിന്നിലെന്ന് CPM ആരോപിക്കുമ്പോൾ പ്രശ്നത്തെ ഗൌരവമായി സമീപിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം.